ആമേൻ. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിന്റെ അവസാന വാക്യം നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. ഒരു പുതിയ വഴി ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിലേക്ക് തുറക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ചുള്ള ഭാഗമാണ് യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. അതിന്റെ 3-ാം അധ്യായം 1-ാമത്തെ വാക്യം ആരംഭിക്കുന്നത്: അനന്തരം യോശുവ അതികാലത്ത് എഴുന്നേറ്റു, അവനും ഇസ്രായേലും സിത്തീമിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാൻ അരികെ മറുകര കടക്കും മുമ്പേ അവിടെ താമസിച്ചു എന്നാണ്. യോശുവയുടെ നേതൃത്വത്തിൽ എവിടേക്ക് പോവുകയാണ് ജനം? പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക് പോവുകയാണ്. മിസ്രയീമിൽ നിന്നും ആരംഭിച്ച അവരുടെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. മോശയ്ക്ക് ശേഷം ദൈവം യോശുവയെ നിയോഗിച്ച് തന്റെ ജനത്തെ വിശുദ്ധ നാട്ടിൽ പാലും തേനുമൊഴുകുന്ന മനോഹരമായ ദേശത്തേക്ക് കൊണ്ടുപോകുവാൻ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് യോശുവ. അങ്ങനെ യോശുവയുടെ നേതൃത്വത്തിൽ അവർ കനാൻ നാട്ടിലേക്ക് വരുമ്പോഴാണ് അവിടെ നമ്മൾ വായിക്കുന്നത്, അവർ സിത്തീമിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാൻ അരികെ യോർദാൻ കടക്കുവാനായി അവർ വരികയാണ്. നമ്മളവിടെ വായിക്കുന്നത് യോർദാൻ അരികെ വന്ന് മറുകര കടക്കും മുമ്പേ അവിടെ താമസിച്ചു എന്നാണ്. എന്തുകൊണ്ടാണ് അവർക്ക് യോർദാൻ കടന്നു പോകാൻ കഴിയാത്തത്? അവിടെ നമ്മൾ വായിക്കുന്നത് അതിലെ 15-ാമത്തെ വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്: കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകുമെന്നാണ്. അപ്പൊ സിത്തീമിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാൻ എത്തുമ്പോൾ സംഭവിച്ചത് എന്തുണ്ടായി? അങ്ങ് പാലസ്തീനിൽ ഈ പറയുന്ന പ്രദേശങ്ങളിൽ എന്ത് നടക്കുകയാണ്? കൊയ്ത്തുത്സവം നടക്കുകയാണ്. കൊയ്ത്തുകാലമാണ്. ആ കൊയ്ത്തുകാലത്തൊക്കെ സാധാരണയായി അവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച് സമൃദ്ധമായ മഴ പെയ്യും. അങ്ങനെ മഴ പെയ്യുന്നതിന്റെ ഫലമായി യോർദാൻ നദി കര കവിഞ്ഞൊഴുകുകയാണ്. അങ്ങനെ കര കവിഞ്ഞൊഴുകുന്ന യോർദാൻ നദിയുടെ തീരത്ത് അവർ പാളയമിറങ്ങുകയാണ്. അങ്ങനെ യോർദാന്റെ തീരത്ത് അവർ നിൽക്കുന്നു. വേദപുസ്തകം നമ്മൾ വായിക്കുന്നത് എത്ര ദിവസം അവിടെ കഴിഞ്ഞു എന്നാണ്? 3 ദിവസം അവിടെ പാർത്തു. യോർദാൻ നദിയിലെ വെള്ളം കുറയുമ്പോൾ അക്കരയ്ക്ക് പോകണം. എവിടേക്ക്? വാഗ്ദത്ത നാട്ടിലേക്ക് പോകണം. 1 ദിവസം കഴിഞ്ഞു, വെള്ളം കുറയുന്നില്ല. 2 ദിവസം കഴിഞ്ഞു, വെള്ളത്തിന് യാതൊരു ശമനവുമില്ല. യോർദാൻ നദി പ്രക്ഷുബ്ധമായി ആർത്തുലച്ചു ഒഴുകുകയാണ്. 3-ാമത്തെ ദിവസമായി വെള്ളം ശമനം ഒന്നും കുറയുന്നില്ല. ജനത്തിനാകെ ഒരു നിരാശയായി. ഇത് എപ്പോഴാണ് യോർദാൻ നദി ഒന്ന് വെള്ളം കുറഞ്ഞ് ഞങ്ങൾ അക്കരയ്ക്ക് പോകേണ്ടത്? 3 ദിവസം കഴിഞ്ഞു. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? 3 ദിവസം കഴിഞ്ഞിട്ട് പ്രമാണികൾ ദൈവജനത്തോടായി യോശുവയുടെ നേതൃത്വത്തിൽ പറയുന്ന ചില വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്തകൾ എന്ന് പറയുന്നത്. 3 ദിവസമായി ഒരു പ്രതിസന്ധിയുടെ തീരത്ത് നിൽക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും ഇതുപോലൊരു പ്രതിസന്ധിയുടെ തീരത്ത് നിൽക്കുന്നവരാണ്. ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധിയുടെ തീരത്തില്ലാത്ത ഒരു മനുഷ്യനും ഈ കൺവെൻഷന്റെ ഉള്ളിലില്ല, ഈ ശബ്ദപരിധിക്കുള്ളിലില്ല. ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയുടെ തീരത്ത് നിൽക്കുകയാണ്. ഈ പ്രതിസന്ധി ഒന്ന് മാറിയിട്ടാണ് എനിക്ക് അക്കരയിലേക്ക് കടക്കാൻ.
ഈ പ്രതിസന്ധി എന്ന് മാറിയിട്ടാണ് എന്റെ ജീവിതം മുന്നോട്ട് നയിക്കാൻ. പല പ്രതിസന്ധികളാണ്. അതൊരു പക്ഷേ രോഗമായിരിക്കാം, കടബാധ്യതയായിരിക്കാം, കുടുംബങ്ങളിലുള്ള ചില പ്രശ്നങ്ങളായിരിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയുടെ തീരത്ത് ഞാനും നിങ്ങൾ നിൽക്കുകയാണ്. ഈ പ്രതിസന്ധി ഒന്ന് മാറിയിരുന്നു എങ്കിൽ, ഈ യോർദാന്റെ വെള്ളമൊന്ന് വറ്റിയിരുന്നുവെങ്കിൽ, എന്റെ ജീവിതത്തിലെ സാമ്പത്തികമായ പ്രതിസന്ധി തകർച്ച ഒന്ന് മാറിയിരുന്നുവെങ്കിൽ, ഞാൻ അനുഭവിക്കുന്ന രോഗമൊന്ന് മാറിയിരുന്നുവെങ്കിൽ, എന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങളൊന്ന് തീർന്നിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇന്ന് ഇവിടെയുണ്ട്. യോർദാന്റെ തീരത്ത്, പ്രതിസന്ധിയുടെ തീരത്ത് നിൽക്കുന്ന ഒരു ജനത്തിന്റെ മധ്യ എഴുന്നേറ്റുന്നതുകൊണ്ട് യോശുവ പറയുകയാണ്, 3-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം ഞാൻ കുറിവാക്യമായി വായിച്ചു കിട്ടത്. യോശുവ പറഞ്ഞു, ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ല. ഇന്നലകളിൽ പോകാത്തൊരു പുതിയ വഴി നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുവാനായിട്ട് പോകുകയാണ്. ഇന്നലകളിൽ കാണാത്തൊരു പുതിയ വഴി ഇതാ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുകയാണ്. അതുകൊണ്ട് പറയുകയാണ്, ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ല. ഈ പുതിയ വഴി തമ്പുരാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കുവാനായിട്ട് പോവുകയാണ്. പക്ഷെ ഒരു കണ്ടീഷൻ, ഈ പുതിയ വഴിയിലൂടെ പോകണമെങ്കിൽ ചില വ്യവസ്ഥകളുണ്ട്. പ്രിയമുള്ളവരെ, എങ്ങനെ എനിക്ക് ഒരു പുതിയ വഴിയിലൂടെ സഞ്ചരിക്കുവാനായിട്ട് കഴിയും? എന്റെ മുമ്പിലുള്ള അടഞ്ഞ വഴികളെ മാറ്റിയിട്ട് പുതിയ വഴികൾ തമ്പുരാൻ എനിക്ക് തുറന്നു തന്നാൽ എനിക്ക് അതിലൂടെ എങ്ങനെ പ്രവേശിക്കുവാനായിട്ട് കഴിയും? അങ്ങനെ ഒരു പുതിയ വഴി തുറക്കുവാൻ എന്ന വിശ്വാസത്തോടുകൂടി ദൈവജനത്തോട് പറയുമ്പോൾ ഒരു കണ്ടീഷനുണ്ട്. നിങ്ങൾക്ക് ഈ പുതിയ വഴിയിലൂടെ പോകണമെങ്കിൽ, ഒന്ന്, അതിന്റെ 5-ാമത്തെ വാക്യം വായിക്കാം. യോശുവ ജനത്തോട് പറയുകയാണ്, നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ വഴി തുറക്കുകയാണ്. ഇന്നലകൾ നിങ്ങൾ നടന്ന വഴികളല്ല, ഇന്നലകൾ നിങ്ങൾ പോയ വഴികളല്ല, നിങ്ങൾ കാണാത്തൊരു വഴി, ഒരു പുതിയ വഴി നിങ്ങളുടെ മുമ്പിൽ തുറക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ വഴി തുറക്കുമ്പോൾ വചനത്തിൽ യോശുവ ജനത്തോട് പറയുന്നു, വിശുദ്ധീകരിക്കാതെ, പരിശുദ്ധിയില്ലാതെ, വിശുദ്ധ ജീവിതമില്ലാതെ ഈ പുതിയ വഴിയിലൂടെ പോകാൻ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് ആബാലവൃത്ത ഇസ്രായേൽ ജനത്തോട് യോശുവ പറയുകയാണ്, നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പിക്കുക. അശുദ്ധി നിറഞ്ഞ ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. അശുദ്ധിയും നിറഞ്ഞ ലോകം. ആ ഒരു ലോകക്രമത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങൾ വിശുദ്ധിയോടെ ജീവിക്കണമെന്നതാണ്. എന്താ കാരണം? എന്താണ് ദൈവം നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? വേദപുസ്തകം 66 പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദൈവം ആരാണ്? ദൈവത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണ്? ദൈവം പരിശുദ്ധനാണ്. ദൈവം ആരാണ്? പരിശുദ്ധനാണ്. ദൈവം പരിശുദ്ധനാണ്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മളിങ്ങനെ വായിക്കുകയാണ്, യഹോവേ ദേവന്മാർ നിനക്ക് തുല്യനാർ, വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, നിനക്ക് തുല്യനാ. ഈ ദൈവത്തെ പോലെ മറ്റൊരു ദൈവനില്ല. ഈ ദൈവത്തെ പോലെ പരിശുദ്ധനായ ദൈവം വേറെയില്ല. അതുകൊണ്ട് വേദപുസ്തകത്തിൽ അസന്നിഗ്ധമായി പറയുകയാണ്, യഹോവേ
ദേവന്മാർ നിനക്ക് തുല്യനാ. വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, നിനക്ക് തുല്യനാ. നിന്നോട് സമനായിട്ടുള്ളവരാണ് ആരുമില്ല. ഈ ദൈവത്തെ പോലൊരു ദൈവം വേറെയില്ല. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു ദൈവം വിശുദ്ധനാണ്. ലേവ്യ പുസ്തകം 11-ാം അധ്യായമാണ് 44-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുകയും. ഒരു ദൈവം ആഗ്രഹിക്കുകയാണ്, ഞാൻ പരിശുദ്ധനാണ്, ഞാൻ വിശുദ്ധിയുള്ളവനാണ്. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് തന്നെ ആരാധിക്കുന്നവരും എങ്ങനെയുള്ളവരായിരിക്കണം? വിശുദ്ധരായിരിക്കണമെന്നാണ്. വിശുദ്ധിയോടെ നമ്മൾ ദൈവത്തെ ആരാധിക്കണം. അതുകൊണ്ടാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധനായിരിക്കണം. യെശയ്യാപ്രവചന പുസ്തകം 6-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമ്മളോട് വായിക്കുന്നു, എന്താണ്? ഒരുത്തനോടൊരുത്തൻ, സാറാഫുകൾ പറയുകയാണ്, ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എങ്ങനെയാ ദൈവത്തെ സ്തുതിക്കുന്നത്? പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് പറഞ്ഞ് സാറാഫുകൾ പോലും അവിടെ വായിക്കുന്നത് 6 ചിറകുണ്ടായിരുന്നു, അല്ലേ? 2 കൊണ്ട് മുഖം മൂടി. ദൈവത്തിന്റെ സ്ഥലം നിൽക്കുന്ന സാറാഫുകൾ അവന്റെ തേജസ് കാണാൻ കഴിയാത്ത വിധം അത്രത്തോളം വിശുദ്ധിയുള്ള ദൈവത്തിന്റെ തേജസ് കണ്ടാൽ ആ കാണുന്ന തേജസ്സിനെ അതിജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാൽമൂടി. ദൈവത്തിന്റെ സ്ഥലം നിൽക്കുന്ന സാറാഫുകൾ അവന്റെ കാൽ ചിറകുകൊണ്ട് മൂടുകയാണ്, 2 കൊണ്ട് പറന്നു. എന്നിട്ട് ഒരുത്തനോടൊരുത്തൻ പറയുകയാണ്, ഈ ദൈവം പരിശുദ്ധനാണ്. സാറാഫുകൾ ദൈവത്തെ ആരാധിക്കുകയാണ്, ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ രാത്രി പ്രിയമുള്ളവരെ, ഈ ദൈവം വിശുദ്ധനാണ്. ആ വിശുദ്ധനായ ദൈവമായതുകൊണ്ട് യോശുവ ജനത്തോട് പറയുന്നു, ഈ പുതിയ വഴിയിലൂടെ നടക്കണമെങ്കിൽ നിങ്ങൾ വിശുദ്ധരാകുകയും. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ അവിടെ പത്രോസ് പറയുന്നത്, പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകുകയും. പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്, പണ്ട്. പണ്ട് എന്ന് വെച്ചാൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ജീവിതമുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു 100-ലധികം വർഷമായി ഈ ലൂഥറൻ സഭ ഇവിടെ സ്ഥാപിതമായിട്ട് വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതം അങ്ങനെയായിരുന്നു പ്രിയമുള്ളവരെ. അതാണ് പൗലോസ് അവിടെ പത്രോസ് പറയുന്നത്, പണ്ട് അറിവില്ലായ്മയുടെ കാലഘട്ടമുണ്ടായിരുന്നു. അറിവില്ലായ്മയുടെ കാലഘട്ടം, അജ്ഞതയുടെ കാലഘട്ടം, ദൈവത്തെ അറിയാതിരുന്ന കാലഘട്ടം. പക്ഷേ അന്നത്തെ ചില നടപ്പുകളുണ്ട്, അല്ലേ? ഇന്നും അത് വിട്ടുമാറാൻ പലർക്കും മടിയാണ്. പണ്ട് എനിക്ക് വളരെ സങ്കടം തോന്നാറുണ്ട്. നമ്മളൊക്കെ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്നവരാണ്. വീട്ടിലൊരു കാര്യം വരട്ടെ, എത്ര പേരാണ് പ്രാർത്ഥനയോടെ ദൈവമേ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നത്? കുറച്ചാളുകൾ മാത്രമേ ഉള്ളൂ. ചിലത് നമ്മൾ വിട്ടുമാറിയിട്ടില്ല പ്രിയമുള്ളവരെ, മുറുകെ പിടിച്ചിരിക്കുകയാണ്. ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുമാറിയിട്ടില്ല. പണ്ട് നടന്നതുപോലെ നമ്മൾ ഇപ്പോഴും നടക്കുകയാണ്. സങ്കടം തോന്നാറുണ്ട്. അതുകൊണ്ട് അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, വിശുദ്ധനായൊരു ദൈവമാണ്. അതുകൊണ്ട് തന്നെ ആ വിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുന്നത് നിങ്ങൾ എങ്ങനെയായിരിക്കണം? വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കണം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ നമ്മൾ അവിടെ വായിക്കുകയാണ്, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമെന്നും
ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ്. അപ്പൊ ദൈവം വസിക്കുന്ന എവിടെയാണ്? പള്ളിയിലാണ്. ദൈവം വസിക്കുന്ന മന്ദിരങ്ങൾ, ദൈവാലയം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ എന്റെ നിങ്ങളുടെ ശരീരമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമാണ്. അത് നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അത് നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന് പറയാം. അതുകൊണ്ട് ദൈവം വസിക്കുന്ന മന്ദിരമാണ് നമ്മുടെ ശരീരം. ആ ശരീരത്തെ നമ്മൾ വിശുദ്ധിയോടെ പരിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം. ഭൂപ്രദേശങ്ങളിൽ വളരുന്ന ഒരു പ്രത്യേകതരം മാനുണ്ട്. അത് ഉയർന്ന പാറമടകളിലും കുന്നിൻ മുകളിലുമാണ് അത് കൂടുണ്ടാക്കി പാർക്കുന്നത്. വേട്ടക്കാർക്ക് അതിന് വേട്ട നേടുവാൻ വളരെ പ്രയാസമാണ്. കാരണം അത് വളരെ വേഗത്തിൽ ഓടുന്നത് കൊണ്ട് അമ്പ ചെയ്ത് അതിനെ വീഴ്ത്തുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വേട്ടക്കാർ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത്, ഈ മാൻ എവിടെയാണ് താമസിക്കുന്നത്, ഏതിടത്താണ് താമസിക്കുന്നത് എന്ന് താമസ ഇടം കണ്ടെത്തും, അതിന്റെ താവളങ്ങൾ കണ്ടെത്തും, അതിന്റെ ഗുഹകൾ കണ്ടെത്തും. അങ്ങനെ കണ്ടെത്തി പകലിൽ ആഹാരം തേടി പോകുന്ന ഈ മാൻ താമസിക്കുന്ന ഇടങ്ങളിൽ, അത് കുന്നിൻ മുകളിലോ പാറമടകളിലോ ഉള്ള ഗുഹകളിലാണ് താമസിക്കുന്നത്. ഈ മാനിനെ പിടിക്കുവാൻ വേണ്ടി വേട്ടക്കാർക്ക് ഒരു പ്രത്യേക പരിപാടി ആസൂത്രണം ചെയ്യും. എന്താണെന്ന് ചോദിച്ചാൽ, ഇത് താമസിക്കുന്ന കൂടിന്റെ മുൻഭാഗത്തായി അവർ മാലിന്യങ്ങൾ വിസർജ്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കും. എന്നിട്ട് വേട്ടപ്പട്ടികളുമായി ഈ വേട്ടക്കാർ ഈ കൂട്ടമായി മാൻകൂട്ടത്തെ ഓടിക്കും. പ്രാണരക്ഷാർത്ഥം ഈ മാനുകൾ ഓടി വരുന്നത് അതിൽ വസിക്കുന്ന അവരുടെ പാർപ്പിടങ്ങളിലേക്കാണ്. പ്രാണനം കൊണ്ട് ഓടി വരുന്ന ഈ മാൻ തന്റെ കൂട്ടിലേക്ക് പ്രവേശിക്കാനായിട്ട് പോകുമ്പോൾ ദുർഗന്ധം വമിക്കുന്ന മാലിന്യങ്ങൾ കൊണ്ട് ഈ കൂട് അതിന്റെ പ്രവേശന കവാടം നിറഞ്ഞിരിക്കും. ഒരിക്കലും ഈ മാൻ തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈ ദുർഗന്ധം വമിക്കുന്ന മാലിന്യങ്ങളിൽ ചവിട്ടി അത് ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കില്ല, അതിന്റെ കൂട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുകയില്ല. മറിച്ച് ഈ മാൻ എന്ത് ചെയ്യുന്നറിയാമോ? തന്റെ കൂടിന്റെ മുൻഭാഗത്ത് ആ മാലിന്യത്തിന്റെ മുമ്പിലായി തലയെടുപ്പോടെ ഇത് നിൽക്കും. അങ്ങനെ നിൽക്കുന്ന മാനിനെ വേട്ടക്കാർ അമ്പ് ചെയ്ത് വീഴ്ത്തും. കേവലം ഒരു മൃഗം തന്റെ പ്രാണ രക്ഷിക്കാൻ വേണ്ടി മാലിന്യങ്ങളിൽ ചവിട്ടി തന്റെ ദേഹത്തെ അശുദ്ധമാക്കി ജീവനിലേക്ക് പ്രവേശിക്കുന്നത് നല്ലത്. മാലിന്യങ്ങളിൽ തട്ടാതെ അശുദ്ധിയാകാതെ തന്റെ ശരീരത്തെ വിശുദ്ധിയോടെ കാത്ത് മരണത്തെ വരിക്കുവാൻ വേണ്ടി ആ മൃഗം തന്നെ സമർപ്പിക്കുകയാണ്. കേവലം ഒരു മൃഗം ഇങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട സമസൃഷ്ടങ്ങളെ ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത് നീ ഒരു വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ വേണ്ടിയാണ്. അതായത് ലോകത്തിന്റെ കളങ്കം പറ്റാതെ ജീവിക്കുക എന്നുള്ളതാണ്. ഈ 2024 പ്രാരംഭ മാസത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമായാൽ ഒരു പുതിയ വഴി തമ്പുരാൻ നിന്റെ മുമ്പിൽ തുറന്നു വയ്ക്കും. അതുകൊണ്ടാണ് ഭക്തൻ പാടിയത്, മാലിന്യപ്പെടാതോടിടുക മണവാളൻ വരവെച്ചമടുത്തുപോയി. മാലിന്യപ്പെടാതോടിടുക മണവാളൻ വരവെച്ചമടുത്തുപോയി. മണിയറയിൽ പോയി നാം ആശ്വസിക്കാം ഒരുങ്ങീടാം. മണിയറയിൽ പോയി നാം ആശ്വസിക്കാം ഒരുങ്ങീടാം. വിശുദ്ധിയെ തികച്ചോന ഒരുങ്ങി കാപ്പിയ പരമനു താമസം ഏറെയില്ല. വിശുദ്ധിയെ തികച്ചോന ഒരുങ്ങി കാപ്പിയ പരമനു താമസം ഏറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും
യോശുവ ജനത്തോട് പറയുകയാണ്, ഈ പുതിയ വഴിയിലൂടെ പോകുവാൻ ഒന്ന് നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പിൻ. ഒരു വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. രണ്ട്, യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. യോശുവ 3-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. മൈക്കുണ്ടോ? യോശുവ പറഞ്ഞത്, ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. മതി. യോശുവ പറഞ്ഞു തന്നാൽ ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. ഹല്ലേലൂയ. ദൈവവചനം നമ്മോട് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു ജീവനുള്ള ദൈവം എന്റെയും നിങ്ങളുടെ മധ്യത്തിലുണ്ട്. ഒരു ജീവനുള്ള ദൈവം ഉണ്ട്. ആരോടാ പറയുന്നത്? ഏകദൈവ വിശ്വാസികളായ യഹൂദനോട് പറയുകയാണ്. ആര് പറയുന്നു? യോശുവ പറയുന്നു, ഒരു ജീവനുള്ള ദൈവമുണ്ട്. ഇതാവർത്തിച്ച് പറയാൻ കാരണം, ഈ ജീവനുള്ള ദൈവത്തെ മറന്ന് പിന്മാറിപ്പോയ ഒരു ജനത്തോട് പറയുകയാണ്. യഹോവയായ ദൈവത്തെ മറന്നുപോയ ജനത്തോട് പറയുകയാണ്, നിങ്ങളുടെ ഒരു ജീവനുള്ള ദൈവമുണ്ട്. ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് ലിവിംഗ് ഗോഡാണ്. എന്താണ് ജീവനുണ്ട് എന്നതിന്റെ നേർസാക്ഷ്യം? എനിക്ക് നിങ്ങൾക്ക് ജീവനുള്ളതാണ് നമ്മൾ ഇവിടെ വന്നല്ലേ. നിർജീവമായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ വരാൻ പറ്റുമോ? പറ്റില്ല. അതാണ് ജീവന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് വചനത്തിൽ, വേദപുസ്തകത്തിൽ ദൈവം ജീവനുണ്ടെന്ന് പറയാനായിട്ട് രേഖപ്പെടുത്തിയ തെളിവുകളുണ്ടോ? ഉണ്ട്. ദൈവത്തിന് ജീവനുണ്ടെന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിലെ ചില തെളിവുകളെ മുമ്പിലേക്ക് കൊണ്ടുവരാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യഹോവയായ ദൈവം ഹോരേബ് പർവ്വതത്തിൽ ആടുകളെ മേച്ചുകൊണ്ട് നിന്ന മോശയ്ക്ക് ദൈവം നൽകുന്ന ഒരു ഉറപ്പാണ്. എന്താണെന്ന് അറിയാമോ? അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. കാണണമെങ്കിൽ എന്ത് വേണം? നമുക്കറിയാം, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾ നമുക്ക് ആവശ്യമാണ് അല്ലേ? ഇന്ദ്രിയങ്ങൾ ഏതൊക്കെ ഇന്ദ്രിയങ്ങൾ? എത്ര ഇന്ദ്രിയങ്ങളുണ്ട്? 5 ഇന്ദ്രിയങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, കണ്ണ് ഒരു ഇന്ദ്രിയമാണ്. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് വചനത്തിൽ ദൈവം മോശയോട് പറയുന്നു, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഈ ജീവനുള്ള ദൈവം കാണുന്നവനാണ്. അതുകൊണ്ടാണ് 34-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരന്റെ 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവരുടെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെ സങ്കടങ്ങൾ കാണുന്ന ഒരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഇന്നലകളിൽ നിങ്ങളുടെ സങ്കടങ്ങളെ കണ്ട ദൈവം ഇന്ന് നിങ്ങളുടെ സങ്കടങ്ങളെ കാണുന്നവനാണ്. അതുകൊണ്ട് മോശയോട് പറയുന്നു, മിസ്രയീമിലുള്ള ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. രണ്ടാമതോടെ പറയുന്ന ഒരു ശ്രദ്ധേയ കാര്യമുണ്ട്. അടുത്ത വാക്യം വായിക്കുമ്പോൾ, അവരുടെ നിലവിളി ഞാൻ കേട്ടു. ഇന്ദ്രിയങ്ങൾ രണ്ടാമത്തും എന്താണ്? ചെവിയാണ് അല്ലേ? അപ്പൊ കണ്ണായി, പിന്നെന്തായി? ചെവിയായി. കാതത്തിലുള്ളതാണ്, കേൾക്കാനുള്ളതാണ് അല്ലേ? കാത് കേൾക്കാനുള്ളതാണ്. ദൈവം പറയുകയാണ്, 430 വർഷക്കാലം അവർ ചോദിച്ചു, എന്തുകൊണ്ട് ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ചു? എന്തുകൊണ്ട് എന്റെ ദൈവം കണ്ണുനീര് കാണുന്നില്ല?
എന്തുകൊണ്ട് ഇസ്രായേൽ ഞങ്ങളുടെ നിലവിളി കേൾക്കുന്നില്ല? ആ ദൈവം പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, അല്ലയോ മോശേ, ഇസ്രായേലിന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അവിടെ നിലവിളി ഞാൻ കേട്ടു. അവസാനമായി ദൈവം പറയുന്നവരുടെ സങ്കടങ്ങൾ ഞാൻ അറിയുന്നു. ഫീൽ ചെയ്യുക. അറിയുന്നവനാണ് നമ്മുടെ ദൈവം. പ്രിയമുള്ളവരെ, ഇതിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കളാണ് നാം എല്ലാവരും. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ട്, 73 നന്നായി പ്രാർത്ഥിച്ചു, എന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. ആരെങ്കിലും കരുതുന്നുണ്ടോ? ഒരുപാട് കണ്ണുനീരുകൾ എന്റെ കണ്ണിൽ നിന്നും മടർന്നു വീണു. നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ദൈവം നിങ്ങളുടെ കണ്ണുനീര് കാണുന്നില്ലെന്ന്? ദാവീദ് സങ്കീർത്തനത്തിൽ പറയുന്നത്, എന്റെ കണ്ണുനീരുകൾ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ എന്നാണ്. എന്റെ കണ്ണുനീരുകൾ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ എന്നാണ്. അത് അനുഗ്രഹമായി നിങ്ങളിലേക്ക് പകരുന്നത് തന്നെ ചെയ്യും. സാധനയുടെ പ്രസിദ്ധമായ പാട്ടുണ്ട്, കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് അനുഗ്രഹമേറുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ദൈവം ജീവനുള്ള ദൈവമാണ്, ജീവിക്കുന്ന ദൈവമാണ്. പകൽ മേഘസ്തംഭത്തിൽ, രാത്രി അഗ്നിത്തൂണിൽ ഇസ്രായേലിന്റെ മുമ്പടയായി പിൻപടയായി ഈ ദൈവം അവരോട് കൂടെയിരുന്നു. ദൈവം നമ്മൾ വായിക്കുമ്പോൾ അവർ 40 വർഷക്കാലം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. അവരുടെ കാൽ വീണിയില്ല, അവരുടെ വസ്ത്രം ജീർണിച്ചു പോയില്ല. നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? 40 വർഷക്കാലം മരുഭൂമിയിൽ നടന്നപ്പോൾ അവിടെ വസ്ത്രം പഴകിപ്പോയില്ല. കോവിഡ് വന്നു അല്ലേ? 2019 അവസാനം 22 കോവിഡിന്റെ അതിരൂക്ഷതയാണ്. കോവിഡിന്റെ രൂക്ഷത വന്നപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു ലോക്ക്ഡൌൺ അല്ലേ? എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നോണം. ആ ലോക്ക്ഡൌൺ ഇങ്ങനെ നീണ്ടൊക്കെ പോയി. ആളുകൾക്ക് വലിയ ആശങ്കയാണ്. ഒന്നെങ്കിൽ ജന്മനാട്ടിലെങ്കിലും പോയി ആരെങ്കിലും തന്നെ മരിക്കാനെന്ന് കരുതിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ നാളുകൾ നടക്കാനായിട്ട് തുടങ്ങി. പത്രത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. വീട്ടിലെത്തിയപ്പോൾ കാലിന്റെ പാൽപ്പാദത്തിലുള്ള മാംസങ്ങളെല്ലാം ഇങ്ങനെ അടർന്നുപോയി അല്ലേ? നമ്മൾ കണ്ടതല്ലേ? അവിടെ നടന്ന് കാലുകളൊക്കെ അതിന്റെ അടിയിലുള്ള മാംസമൊക്കെ ഇളകി നടന്നുപോയി. വേദപുസ്തകം പോലെ 40 വർഷം നടന്നപ്പോ അവിടെ കാലിന് നീര് വന്നില്ല, അവിടെ വസ്ത്രം പഴകിപ്പോയില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഒരു ജീവനുള്ള ദൈവം അവർക്ക് പകൽ മേഘസ്തംഭത്തിൽ, രാത്രി അഗ്നിത്തൂണിൽ അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഈ ദൈവത്തോടാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ പുതിയ വഴിയിൽ നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ കാക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഞാൻ ഉറക്കി പറയട്ടെ, യോശുവ ജനത്തോട് പറയുകയാണ്, ഒരു ജീവിക്കുന്ന ദൈവം എവിടെയുണ്ട്? നിങ്ങളുടെ ഇടയിലുണ്ട്, നിങ്ങളുടെ മധ്യയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ക്രിസ്മസ് കാലഘട്ടം കഴിഞ്ഞു. മത്തായിയുടെ സുവിശേഷം 1-18 വാക്യത്തിൽ വായിക്കുന്നത്, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെയാണ്, നമ്മുടെ ഇടത്ത് തന്നെ, നമ്മുടെ അരികിൽ തന്നെ അവനെ ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഈ ക്രിസ്തു, ഈ നസ്രയനായ യേശു എന്റെയും നിങ്ങളുടെ കൂടെയുണ്ട്. ക്രിസ്തുവിനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയണം. യേശു ജനത്തോട് പറഞ്ഞു, ഒരു ജീവിക്കുന്ന ദൈവം നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. ഏറ്റവും അവസാനമാണ് അതിന്റെ 11ാമത്തെ വാക്യം കൂടി വായിക്കാം. 11ാമത്തെ വാക്യം. സർവഭൂമിക്കും നാഥനായ നിന്റെ നിയമപ്പെട്ട
ഭാഗമായി യോർദാനിലേക്ക് കടക്കുന്നു. മൂന്നാമത്തെ ചിന്ത, അവിടെ യോശുവ ജനത്തോട് പറയുകയാണ്, ഒരു ജീവിക്കുന്ന ദൈവം നിങ്ങളുടെ മധ്യമുണ്ട്. വീണ്ടും 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സർവഭൂമിക്കും നാഥനായവന്റെ നിയമപെട്ടകം നിങ്ങൾക്ക് മുമ്പായി യോർദാനിലേക്ക് കടക്കുകയാണ്. സർവലോകത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ നിയമപെട്ടകം എന്നാണ് നമുക്കിവിടെ കാണുന്നത്. അവിടെ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 25-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അവിടെ ദൈവത്തിന്റെ നിയമപെട്ടകം ഉണ്ടാക്കുവാനായി ദൈവം അവിടെ മോശയോട് പറയുകയാണ്. അങ്ങനെ പെട്ടകം ഉണ്ടാക്കുക. ആ പെട്ടകം ഉണ്ടാക്കുമ്പോൾ അത് 22-ാം ഖബീരമധുരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് പെട്ടകത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡിസൈനൊക്കെ ദൈവം പറഞ്ഞു കൊടുത്തിട്ട് 22-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നത്, അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി കൃപാസനത്തിന്മേൽ നിന്ന് സാക്ഷ്യപെട്ടകത്തിന്മേൽ നിൽക്കുന്ന 2 കെരൂബുകളുടെ നടുവിൽ നിന്നും ഇസ്രായേൽ മക്കൾക്കായി ഞാൻ നിന്നോട് കൽപ്പിച്ചിരിക്കുന്ന സകലവും നിന്നോട് അറിയിക്കും എന്ന് പറയുകയാണ്. എന്ന് വെച്ചാൽ പെട്ടകമുണ്ടാക്കി ആ പെട്ടകം ദൈവ സാന്നിധ്യമായി മാറുകയാണ്. പെട്ടകം ദൈവ സാന്നിധ്യമായി മാറുകയാണ്. ദൈവത്തിന്റെ ശക്തേനയായി മാറുകയാണ്. ദൈവം പിന്നീട് ജനത്തോട് അരുളി ചെയ്യുന്നത് ഈ പെട്ടകത്തിന്റെ മധ്യേ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യമുള്ളതാണ്, ദൈവ സാന്നിധ്യം ഉൾക്കൊള്ളുന്നതാണ് പെട്ടകം എന്ന് പറയുന്നത്. അത് ഇസ്രായേൽ ജനത്തിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു, വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു എന്നാണ്. ഈ പെട്ടകം എബ്രായരുടെ ലേഖനം 9-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ 3 കാര്യങ്ങൾ ഈ പെട്ടകത്തിനകത്തുണ്ട്. ഞാൻ പെട്ടകത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. 3 കാര്യങ്ങൾ അവിടെ എബ്രായർ 9-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒരാൾക്ക് വായിക്കാം. എന്താണ് പെട്ടകത്തിനകത്തേക്കുള്ള കാര്യം? അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും. അവിടെ എബ്രായ ലേഖനകർത്താവ് പറയുന്നത്, പെട്ടകത്തിനുള്ളിൽ പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും, മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും, അതിനകത്ത് മഞ്ഞ ഇട്ടുവെച്ച പൊൻപാത്രവും. അതിനകത്ത് മഞ്ഞ ഇട്ടുവെച്ച പൊൻപാത്രം. എന്താണ് മഞ്ഞ? കഴിഞ്ഞ 40 വർഷക്കാലം ഇസ്രായേൽ ജനത്തെ ദൈവം നൽകിയ മൃഷ്ടാന്യ ഭോജ്യമാണ് മഞ്ഞ, അല്ലേ? 40 വർഷം മരുഭൂമിയിൽ ദൈവജനത്തെ നടത്തുന്നതിന് വേണ്ടി അവർക്ക് ആത്മീയ ആഹാരമായി പെയ്തിറങ്ങിയതാണ് മഞ്ഞ. മഞ്ഞ ഇട്ടുവെച്ച പൊൻപാത്രം, പിന്നെ അഹരോന്റെ തളിർത്ത വടി, നിയമത്തിന്റെ കൽപ്പലകൾ. അങ്ങനെ മഞ്ഞ ഇട്ടുവെച്ച പൊൻപാത്രം, പിന്നെ അഹരോന്റെ തളിർത്ത വടി, 3 നിയമത്തിന്റെ കൽപ്പലകൾ. ദൈവം തമ്പുരാൻ മോശയ്ക്ക് നിയമങ്ങൾ കൊടുത്ത കൽപ്പലകൾ ഉൾപ്പെടുന്നതാണ് ഈ പെട്ടകത്തിന്റെ ഉള്ളിലുള്ളത്. ഈ പെട്ടകം അവിടെ പറഞ്ഞിരിക്കുന്ന എന്റെ പ്രതിസന്ധിയുടെ തീരത്ത് നിൽക്കുന്ന ജനത്തോട് പറയുകയാണ്, നിന്റെ പ്രതിസന്ധിക്ക് മുന്നിൽ നിന്നുകൊണ്ട് നിന്നെ നയിക്കാൻ ഒരു പെട്ടകമുണ്ട്, ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അതിനെന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞാൽ, ദൈവം തമ്പുരാൻ എനിക്ക് നിങ്ങൾക്ക് ഒരു പെട്ടകം തന്നിരിക്കുകയാണ്, നിയമങ്ങളടങ്ങിയ പേടകം. എന്താണത്? ബൈബിൾ. എന്താണ്? നിയമങ്ങളടങ്ങിയ പെട്ടകമാണ്. അതിന് നമ്മൾ ഹോളി ബൈബിൾ എന്ന് പറയും, സത്യവേദ പുസ്തകം എന്ന് പറയും. പ്രിയമുള്ളവരെ, ഇത് ചുമക്കാൻ നിങ്ങൾ മടിക്കരുത്. ഈ വേദപുസ്തകത്തെ എടുക്കാൻ നിങ്ങൾ മടിക്കരുത്. അതുകൊണ്ട് എന്റെ വിനീതമായ റിക്വസ്റ്റ്, നമ്മുടെ കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവർ വേദപുസ്തകവുമായിട്ട് പള്ളി വരട്ടെ.
ഈ വചനത്തെ ചുമന്ന ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് അറിയാമോ? ഈ വചനത്തിൽ നീ ചുമന്ന തമ്പുരാൻ നിന്നെ ചുമക്കും. അതുകൊണ്ടാണ് യെശയ്യാ പുസ്തകത്തിൽ രേഖപ്പെടുന്നത്, നരയുള്ള കാലത്തോളം ഞാൻ നിന്നെ ചുമക്കുന്നു. വചനം ചുമക്കുന്ന ഒരു കുഞ്ഞും തന്റെ അപ്പനെ അമ്മയെ വൃത്തി നടത്തിക്കൊണ്ടിടില്ല. ഉറപ്പുണ്ട്, ഈ വേദപുസ്തകത്തെ ചുമക്കുന്ന ഒരു വ്യക്തിയും തന്റെ അപ്പനെ അമ്മയെ ഉപേക്ഷിക്കില്ല. ഗ്യാരണ്ടി ഞാൻ പറയാം. അതുകൊണ്ട് നമ്മുടെ സഭയിലെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നമ്മുടെ മക്കൾക്ക് ബർത്ത്ഡേ വരുമ്പോൾ നമ്മൾ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കും, നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുക്കും. 10ാം ക്ലാസ് പാസ്സാകുമ്പോൾ മകനോട് പറയും, മകനെ നിനക്ക് നല്ല ഐഫോൺ വാങ്ങിച്ചു തരാം എന്ന് നമ്മൾ പറയും. +2 കഴിയുമ്പോൾ നമ്മൾ പറയും, ഏറ്റവും നമ്പർ 1 ബൈക്ക് നിനക്ക് വാങ്ങിത്തരാം, അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെ വാങ്ങിക്കൊടുത്തവരുടെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടു. 100-ൽ പോകും, 108-ൽ തിരിച്ചു വരും. അങ്ങനെയല്ലേ? ഇവിടെ പോകും, 100-ൽ പോകും, 108-ൽ തിരിച്ചു വരും. എത്ര പേരാണ് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് മക്കൾക്ക് ബൈബിൾ വാങ്ങിക്കൊടുത്തത്? 10ാം ക്ലാസ് പാസ്സായപ്പോൾ എത്ര പേര് വേദപുസ്തക ഗിഫ്റ്റായിട്ട് വാങ്ങി കൊടുക്കുന്നുണ്ട്? +2 കഴിഞ്ഞപ്പോൾ എത്ര പേര് ഗിഫ്റ്റ് മാറ്റി കൊടുത്തത്? മക്കൾക്കൊരു ബൈബിൾ വാങ്ങി കൊടുത്ത് എത്ര വിഷമത്താകുന്നുണ്ട്? ഒന്ന് കയ്യെത്തിയേ, മക്കൾക്കൊരു ബൈബിൾ വാങ്ങി കൊടുത്തിട്ട് എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. ഇവിടെ പൊന്ന് ഒരാൾ മാത്രമേ ഉള്ളൂ, ഈ അമ്മച്ചി മാത്രം. നിങ്ങളുടെ മക്കൾക്ക് വേദപുസ്തകം വാങ്ങിച്ചു കൊടുക്കണം. ഇതൊരു വെല്ലുവിളിയാണ് നിങ്ങൾ എടുക്കണം. പൈസ ഇല്ലെങ്കിൽ പറ, ഞാൻ പൈസ. നിങ്ങൾക്കൊരു വേദപുസ്തകം വാങ്ങാൻ ക്യാഷ് ഇല്ലെങ്കിൽ അച്ഛനോട് പറഞ്ഞാൽ മതി, ഞാൻ ഏറെന്നെങ്കിലും വാങ്ങിച്ചു. സത്യം. കഴിഞ്ഞ ദിവസം ഗിദിയോൻകാരന്റെ അടുത്ത് വന്നു, ഗിദിയോൻ ബൈബിൾക്കാരന്റെ അടുത്ത് വന്നു. അച്ഛന് ഗിദിയോൻ ബൈബിൾ സെന്റർ കഴിഞ്ഞ ദിവസം പ്രിയമുള്ളവർ എന്റെ അടുത്ത് വന്നു. അവരൊന്ന് ഇന്റർനാഷണൽ സെക്രട്ടറി വന്നതിനോട് കാര്യം പറയുകയാണ്. അവരിങ്ങനെ വേദപുസ്തകം പറഞ്ഞു. അത് 40 രൂപയുള്ള പുതിയ നിയമവും സുവിശേഷം അടങ്ങുന്ന പ്രതിയാണ് അവർ വിൽക്കുന്നത്. അതൊരു ബൈബിളിന് 40 രൂപയാണ്. അവരോട് പറഞ്ഞിട്ട് അവരോട് സാക്ഷ്യം പറയുകയാണ്. അവരുടെ കൂടെ ഒരു ഹൈന്ദവനായ ഒരു ബ്രാഹ്മണ സഹോദരൻ വന്നു. അദ്ദേഹം എന്റെ അടുത്ത് നിന്നിരിക്കുകയാണ്. എനിക്കറിയില്ല ആരാണെന്ന്. പറഞ്ഞു കൂട്ടത്തിൽ അദ്ദേഹം പറയുകയാണ്, തികഞ്ഞ മദ്യപാനിയായ ഒരു സഹോദരൻ. രാവിലെ എത്ര മണിക്ക് ബിവറേജ് തുറക്കുമെന്ന് നോക്കി കാത്തിരുന്ന് പോയി മദ്യപിച്ച് ലഹരി കെട്ടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ആ കുടുംബത്തിൽ ബാക്കി എല്ലാവരും ഹൈ സെറ്റപ്പിൽ ജീവിക്കുകയാണ്. അങ്ങനെ എപ്പോഴോ സമയം തന്റെ കുടുംബത്തിൽ ആർക്കോ ഗിദയോൻസിന്റെ ബൈബിൾ കിട്ടി ഫ്രീ ആയിട്ട്. അത് വീട്ടിൽ വാങ്ങിക്കൊണ്ട് അതിന്റെ ഫ്രണ്ടിൽ ജനാലയിൽ വെച്ചിരുന്നു. ഈ മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് സമയം നോക്കിയിരിക്കുകയാണ്. 10 മണിയാകുമ്പോൾ ബിവറേജസിൽ പോകണം. ക്രിസ്മസ് ആഘോഷിച്ചു. നമ്മൾ ആളുകളെല്ലാം കുടിച്ചു തീർത്തു. എത്രയോ കോടി കുടിച്ചു തീർത്തു അറിയാമോ? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പോയിട്ട് വരുമ്പോൾ ഓരോങ്കിലും പഞ്ചസാര മാറ്റിക്കൊണ്ടെന്നാൽ ഇവരാരും മാറ്റിക്കൊണ്ടില്ല. പക്ഷെ ബിവറേജിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന കണ്ടാൽ അവിടെ ഒരു നിയന്ത്രണമില്ല, ഒരു പോലീസും ഇല്ല. ഇവരെന്ത് മാന്യമായിട്ട് നിൽക്കുന്നത്. ഞാൻ ചോദിക്കും, ഇത് അമ്പലത്തിൽ തൊഴിലാളി നിൽക്കുന്നത് പോലെ നിൽക്കുന്നത്, ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ പള്ളിയിൽ പോന്ന് ആരാധിക്കും പോലെ നിൽക്കുന്നത്. ഒരു പ്രശ്നവുമില്ല അവിടെ. അപ്പോൾ അങ്ങനെ സമയം നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ഇത് ശ്രദ്ധയിൽപ്പെട്ടു. ഏത് പുസ്തകത്തെ? കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ്. ഈ ഹൈന്ദ സഹോദരൻ സമയം പോട്ടിരുന്ന കരുതിക്കൊണ്ട് ആ പുതിയ നിയമം എടുത്തിട്ട് വായിച്ചു. ചില വാക്യങ്ങൾ അദ്ദേഹത്തെ വളരെ ആഴമായി സ്വാധീനിച്ചു. അദ്ദേഹത്തിന് പാപബോധമുണ്ടായി. ഇതാരും പ്രസംഗിച്ചിട്ടല്ല, പിന്നെയോ വചനം വായിച്ചിട്ടാണ്. കുറ്റബോധമുണ്ടായി. അതിനന്ന് മദ്യപിക്കാൻ പോയില്ല. ഒരു ഭ്രാന്തനെ പോലെ നടന്ന മനുഷ്യൻ വലിയ മാറ്റമുണ്ടായി. ആ വീട്ടിലെ അദ്ദേഹത്തിന്റെ ഭാര്യ മക്കൾ വിളിച്ച് പറഞ്ഞു, നിന്റെ അപ്പന്റെ മദ്യപാനമൊക്കെ മാറി, ഇപ്പൊ പുതിയ എന്തോ രോഗം പിടിച്ചിരിക്കുകയാണ്. ആ മനുഷ്യൻ എന്നെ വന്ന് പറയുകയാണ്, ഒരു വേദപുസ്തകം വായിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഒരു വേദപുസ്തകം ഗിഫ്റ്റായിട്ട് മാതാപിതാക്കൾ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് പറയുന്നതാണ് പ്രിയമുള്ളവരെ.
ഈ വചനം ആരെല്ലാം എടുത്തിട്ടുണ്ടോ, ഈ വചനത്തെ ആരെല്ലാം ഹൃദയത്തോട് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടോ, ആ കുടുംബങ്ങളൊന്നും നശിച്ചിട്ടില്ല. ഞാൻ പറയട്ടെ, തിരുവചനത്തെ മാറോട് ചേർത്ത ഒരു കുഞ്ഞു പോലും ലോകത്ത് നശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വേദപുസ്തകം എന്നെ മാനിക്കുന്നവന് ഞാൻ മാനിക്കുമെന്ന്. ഇത് നമുക്കെല്ലാം നഷ്ടമായിരിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ഭവന പ്രാർത്ഥനയില്ല, വേദപുസ്തക വായനയില്ല. ഞാനിന്ന് അല്പാഹങ്കാരത്തോടു കൂടി തന്നെ പറയട്ടെ, 7 മണിക്ക് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എന്റെ മക്കൾ ഒരു പായും എടുത്തുകൊണ്ട് വരും. എന്റെ മകനോട് ഇരിപ്പുണ്ട്. കുഞ്ഞിനെ ഞങ്ങൾ ശീലിപ്പിച്ചതാണ്. സന്ധ്യ പ്രാർത്ഥനയ്ക്ക് മിക്കവാറുമൊക്കെ ഒരുമിച്ച് ഒരു പായിലിരുന്ന് മക്കളെല്ലാം വേദപുസ്തകം വായിച്ച് അവരെ കഴിയുന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒരുമിച്ച് ഏതെങ്കിലും ഒരു സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതിന്റെ നന്മയാണ് ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് എനിക്കൊരു ബിഗ് സീറോയിൽ നിന്ന് ആരംഭിച്ചതാണ് എന്റെ കുടുംബ ജീവിതം. ഒന്നുമില്ലായിരുന്നു പ്രിയമുള്ളവരെ, ഒന്നുമില്ലായിരുന്നു, സമ്പാദ്യമൊന്നുമില്ല. പക്ഷെ ഇന്ന് ദൈവം എനിക്ക് എല്ലാ നന്മകളും ദൈവം നൽകി. എന്റെ നന്മകൾ നൽകിയെന്ന് പറയാൻ അഹങ്കാരത്തിന് വന്നല്ല, ശ്രീധരൻ കിട്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. ഒന്നുമില്ലായിരുന്നു, ഒരു ബിഗ് സീറോയിൽ നിന്ന് ദൈവം കഴിഞ്ഞ 15 വർഷക്കാലം കൊണ്ട് 18 വർഷക്കാലം എനിക്ക് അനവധിയായ നന്മകൾ നൽകി. ഒരു സൈക്കിൾ വാങ്ങാൻ നിവർത്തിയില്ലാതിരുന്ന എനിക്ക് ദൈവം സഞ്ചരിക്കുവാൻ ഒരു കാർ നൽകി. ഇത് വലിയ കൺവെൻഷൻ പ്രസംഗങ്ങളൊന്നും പറയുന്ന കണക്കല്ല ഞാൻ പറയുന്നത്. കാരണം ഒന്നുമില്ലായ്മ നിന്ന് തമ്പുരാട് ചോർന്നപ്പോൾ ദൈവം എന്തെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു അതെല്ലാം എനിക്ക് നൽകി. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഈ വചനത്തോട് ചേർന്നാണല്ലോ എന്റെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാവും. അവിടെ പറയുന്നത്, നിന്റെ പ്രതിസന്ധിയുടെ മുമ്പിൽ നിന്നെ നയിക്കാൻ ഒരു വചനമുണ്ട്. ആ വചനം യോർദാനെ ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ അവർ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? വെള്ളത്തിന്റെ വക്കത്ത് വെച്ചപ്പോൾ എന്ത് ചെയ്തു? അതിന്റെ ഒഴുക്ക് നിന്നു. വചനം എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ദൈവപട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ചുമന്നുകൊണ്ട് യോർദാൻ കരകവിഞ്ഞൊഴുകുന്ന യോർദാന്റെ തീരത്ത് നിന്ന് ആ വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. നിന്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നീ വചനം എടുത്തുകൊണ്ട് നീ കാൽ മുമ്പോട്ട് വെച്ചാൽ നിന്റെ പ്രതിസന്ധികൾ മാറും. പ്രിയമുള്ളവരെ, നമ്മളവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? നമ്മളവിടെ വായിക്കുന്നത് അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ, യോശുവ 3-15-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നത്, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. അവിടെ വെള്ളത്തിന്റെ ഒഴുക്ക് കുറയുവാനാണ് തുടങ്ങിയത്. വിശ്വാസത്തോടെ അവർ പെട്ടകം ചുമന്നുകൊണ്ട് വെള്ളത്തിന്റെ വക്കത്ത് കാൽ വെച്ചപ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. അതിന് 17-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാന്റെ മധ്യഭാഗത്തെത്തുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഉണങ്ങിയ നിലത്തവർ നിന്നു എന്നാണ്. 2019-2018 വർഷങ്ങളിൽ കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയം നടന്നു, അല്ലേ? 18-10 വർഷങ്ങൾ നമുക്ക് മറക്കാൻ കഴിയില്ല. കാരണം അതെല്ലാം നമ്മൾ വിഷ്വലായിട്ട് കണ്ടതാണ് മാധ്യമങ്ങളിലൂടെയൊക്കെ. കേരളത്തിൽ 44 നദികൾ കരകവിഞ്ഞൊഴുകി, ഡാമുകളെല്ലാം തുറന്നു വിട്ടു, അല്ലേ? ഭീതിയായിരുന്നു. കുറെ ദിവസം കഴിഞ്ഞ വെള്ളമെല്ലാം വറ്റി. ഒരുപക്ഷെ ആയിരനാടുള്ള ആളുകൾ പോയി എന്തിനു വേണ്ടി? വീടുകൾ വൃത്തിയാക്കാൻ. ആ പ്രളയം കഴിഞ്ഞപ്പോൾ അവശേഷിച്ച് എന്താണെന്നറിയാമോ? ചെളിയായിരുന്നു, വണ്ടലായിരുന്നു. കണ്ടില്ലേ വീടുകളൊക്കെ? എത്രയോ ദിവസം പാവപ്പെട്ടവർ അധ്വാനിച്ച് ഇവിടെ നിന്നുമൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ധാരാളം ചെറുപ്പക്കാർ പോയി വൃത്തിയാക്കാനായിട്ട് പോയി. കുറെ നാളുകൾ എടുത്തു അത് വെള്ളം വറ്റിപ്പോകാൻ, ചെളി മാറുവാൻ. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്ന ഒരു പ്രളയം കഴിഞ്ഞ് ദൈവമേ, അവിടെ നമ്മൾ വായിക്കുന്ന യോർദാൻ കരകവിഞ്ഞൊഴുകുകയാണ്. അങ്ങനെ കരകഴിഞ്ഞൊഴുകിയ ആ യോർദാനിൽ നിയമത്തിന്റെ പട്ടവുമായി പുരോഹിതന്മാർ യോർദാന്റെ മധ്യഭാഗത്തെത്തുമ്പോൾ അവിടെ വായിക്കുന്നത് ഉണങ്ങിയ നിലത്തവർ നിൽക്കുകയാണ്. എവിടെ നിന്നു? ഉണങ്ങിയ നിലത്തിൽ. സംശയമുണ്ടോ? ആ ഭാഗം വായിച്ചട്ടെ. 17-ാമത്തെ വാക്യം, അവസാന വാക്യം. യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു എന്നാണ്.
കാരണം എന്താണെന്ന് അറിയാമോ പ്രിയമുള്ളവരെ? നമ്മൾ എത്ര ശ്രദ്ധിച്ച് ചെയ്താൽ പോയാലും കാൽ വഴുതുവാൻ സാധ്യതയുണ്ട്, അല്ലേ? കാരണം ചെളിയാണ്, വീണുപോകാൻ സാധ്യതയുണ്ട്. പ്രായമുള്ളവരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഇവനൊക്കെ എത്ര ആരോഗ്യമുള്ളവരെന്ന് പറഞ്ഞാലും വഴുതിപ്പോയാൽ ചിലപ്പോൾ വീണുപോകും. എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് തമ്പുരാൻ ആ ജലത്തെ കൊണ്ടുപോകുന്ന ഉണങ്ങിയ നിലത്തുകൂടിയാണ്. അതുകൊണ്ടാണ് 121 സങ്കീർത്തനക്കാരൻ പറയും, നിന്റെ കാൽ എഴുതുവാൻ അവൻ സമ്മതിക്കില്ല. നിന്റെ കാൽ എഴുതുവാൻ സമ്മതിക്കാത്തൊരു ദൈവമുണ്ട്. ഒന്നുകൂടി പറഞ്ഞാൽ 91 സങ്കീർത്തനം വായിക്കുന്നത് പോലെ നിന്റെ കാൽ കല്ലിത്തട്ടി പോകാതിരിക്കേണ്ടതിന് നിന്നെ സുരക്ഷിതമായി കാക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ഉറങ്ങാതെ മയങ്ങാതെ കാക്കുന്ന ഒരു ദൈവം. നീ ഉറങ്ങിയാലും നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് പ്രിയമുള്ളവരെ. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ ദൈവവചനം സങ്കീർത്തനക്കാരൻ 119 പറയും, നിന്റെ വചനം എന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. അന്ധകാരം നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, നിങ്ങളുടെ മക്കൾക്ക് വേദപുസ്തകം വാങ്ങിക്കൊടുക്കണം. ആരാധനയിൽ വരുമ്പോൾ ഈ വേദപുസ്തകം ചുമന്നുകൊണ്ട് വരണം പ്രിയമുള്ളവരെ. ഇതൊരു വെല്ലുവിളിയാണ് നിങ്ങളെ ചൊല്ലിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. എല്ലാ ദിവസവും മക്കളെ കൊണ്ട് വേദപുസ്തകം വായിപ്പിക്കണം, കഴിയുന്നിടത്തോളം പ്രാർത്ഥിപ്പിക്കണം. ഇത് പ്രാർത്ഥന കുറഞ്ഞു വിടുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് രാത്രിയിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. ഒരു പ്രതിസന്ധിയുടെ തീരത്ത് നിൽക്കുന്ന ഒരു ജനത്തോട് ദൈവാത്മാവിൽ യോശുവ പറയുകയാണ്, ഞാനൊരു പുതിയ വഴി നിങ്ങൾക്ക് തുറക്കുകയാണ്. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. ഇന്നലകളിൽ സഞ്ചരിക്കാത്തൊരു പുതിയ വഴി 2024 ദൈവം നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കുവാൻ പോവുകയാണ്. അത് പ്രവേശിക്കണമെങ്കിൽ ഒന്നാമത് എന്ത് ചെയ്യണം? നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം. 2, ജീവനുള്ള ദൈവം എന്റെ കൂടെയുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. എന്റെ ദൈവം എന്റെ കൂടെ ഉള്ളത് മാത്രമല്ല, ദൈവത്തിന്റെ പെട്ടകം എന്റെ കൂടെയുണ്ട്. ദൈവത്തിന്റെ ശക്തിയാണ്, ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ വായിക്കുന്നത്, വചനം ജഡമായി തീർന്നു, അവൻ മാംസം ധരിച്ച്. ഈ വചനമാണ് യേശുവായി വന്നത്. ഈ വചനം യേശുവാണ്. ഈ വചനം യേശുവാണ്. അത് ഇതിനെ ചുമക്കാൻ മടിക്കരുത്. അതുകൊണ്ട് നാളെ വരുമ്പോൾ ഇതിന്റെ വേദപുസ്തകം കൊണ്ടുവരാത്ത എല്ലാവരും കൊണ്ടുവരണം. നിങ്ങൾ ചുമക്കുന്ന വേദപുസ്തകത്തെ ഞാൻ അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമ്മളിലേക്ക് തന്നെ നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കാം. യാതൊരു യോഗ്യതയില്ലാത്ത നമ്മെ ദൈവസന്നിധി നിൽക്കുവാൻ അർഹതയില്ലാത്ത എന്നെ നിങ്ങളെ തമ്പുരാൻ ഒരു പുതിയ വർഷത്തെ കൂടി കാണുവാൻ അവസരം നൽകി. നമ്മുടെ ആയുസ്സിന്റെ വലിപ്പം കൊണ്ടല്ല നമ്മൾ ഈ ഭൂമിതായിരിക്കുന്നത്, നമ്മുടെ ആയുസ്സിന്റെ ദൈർഘ്യം കൊണ്ടല്ല, നമ്മുടെ മഹത് പ്രവൃത്തികളോ നമ്മുടെ വിശ്വാസം കൊണ്ടല്ല. ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് ഒരാണ്ടും കൂടി നിൽക്കട്ടെ, കാഴ്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന്. ഈ രാത്രിയിൽ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയുടെ തീരത്താണെന്ന് എനിക്കറിയാം. ചിലരെങ്കിലും പ്രതീക്ഷിക്കുകയാണ്, എന്റെ പ്രതിസന്ധി എന്ന് മാറും, എന്റെ കണ്ണുനീർ എന്ന് മാറും, എന്റെ കുടുംബത്തിന്റെ കഷ്ടത എന്ന് മാറും, എനിക്ക് നല്ല ഭാവി എന്നുണ്ടാകും, എന്റെ അവസ്ഥകൾക്ക് എന്ന് മാറ്റം വരും, എന്റെ ജീവിതത്തിന് ഒരു മുന്നേറ്റം ഉണ്ടാകുമോ, എന്റെ ശാപങ്ങളെല്ലാം മാറുമോ, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ആയിരിക്കുന്നത്? പ്രിയമുള്ളവരെ, നമ്മളിലേക്ക് തന്നെ നമുക്കൊന്ന് നോക്കാം.
അശുദ്ധിയിലാണോ നമ്മൾ ജീവിക്കുന്നത്? ഒരു വിശുദ്ധിയില്ലാത്ത ജീവിതമാണോ നാം നയിക്കുന്നത്? നമുക്ക് ദൈവത്തിലേക്ക് നമ്മൾ തന്നെ സമർപ്പിക്കാം. ഈ പുതിയ വർഷം നമുക്കൊരു തീരുമാനമെടുക്കാം. അങ്ങ് വിശുദ്ധനായതുപോലെ എന്നെയും വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു ജീവനുള്ള ദൈവം എന്നോടൊപ്പമുണ്ട് എന്നുള്ള ഉത്തമ വിശ്വാസം നമുക്ക് മുറുകെ പിടിക്കാം. ഈ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. ആ ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിന്റെ ശക്തിയായി, ദൈവ സാന്നിധ്യമായി തിരുവെടുത്ത്, തിരുവചനം, ബൈബിൾ നമ്മുടെ മധ്യത്തിലുണ്ട്. അതിന്റെ പ്രതിസന്ധികളിൽ എന്നെ കരം പിടിച്ച് നടത്താൻ, എന്നെ മുന്നിൽ നിന്ന് നയിക്കാൻ ദൈവവചനം ഉണ്ട്. അങ്ങനെ വിശ്വാസമുള്ള, അങ്ങനെ പ്രാർത്ഥിക്കുന്ന, ഉറപ്പുള്ള ഓരോ വ്യക്തിക്കും ദൈവം പുതിയ വഴികളെ തുറന്നു നൽകാനായിട്ട് പോവുകയാണ്. നമുക്ക് വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഇന്ന് രാത്രിയിൽ അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. അവിടെ ഞങ്ങളെ കരുതിയ വിധങ്ങൾ ഓർക്കുമ്പോൾ, അങ്ങ് നൽകിയ നന്മകൾ ഓർക്കുമ്പോൾ, ദൈവത്തിന്റെ കൃപകൾ ഓർക്കുമ്പോൾ, എത്ര സ്തുതിച്ചാലും എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല കർത്താവേ. ഈ രാത്രി അവിടുത്തെ കരുതൽ കാണുവാൻ, അവിടുത്തെ കൃപ കാണുവാൻ, അവിടുത്തെ മഹിമ കാണുവാൻ ഞങ്ങളെ ഇവിടെ നിന്ന് പ്രാപ്തമാക്കിയതിനായി സ്തോത്രം. ഈ സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിന് ബദസ്താക്കുളമാക്കി അനേകരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ, ദൈവാശ്രയമുള്ളവരായി നിലനിർത്തുവാൻ കഴിഞ്ഞ 100 വർഷത്തിലധികമായി ഈ ദേശത്തൊരു വിളക്ക് പോലെ, ഒരു ബദസ്താക്കുളം പോലെ ഞങ്ങളുടെ ആലയത്തിൽ നിർത്തിയതിനായി സ്തോത്രം. ഞങ്ങളെ നയിച്ച വൈദികർക്കായി, ഞങ്ങളെ നയിച്ച അൽമായ നേതൃത്വത്തിനായി, കർത്താവേ, വിശ്വാസ സമൂഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചു, അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, വചനങ്ങളെ വ്യാഖ്യാനിച്ച് നൽകി, അവിടുത്തെ മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ പ്രചോദിപ്പിച്ചു. ഹല്ലേലൂയ. അങ്ങ് നൽകിയ എല്ലാ നന്മകൾക്കായി സ്തോത്രം. ഒന്നുമില്ലായ്മയിൽ നിന്ന്, തകർന്ന ജീവിത അനുഭവങ്ങളിൽ നിന്ന്, യാതൊരു മാന്യതയില്ലാതിരുന്ന ഞങ്ങൾക്ക് കർത്താവേ മാന്യതയുള്ളവരാക്കി മാറ്റി. കർത്താവേ, ആത്മാഭിമാനത്തോടെ ഞങ്ങൾക്ക് ജീവിക്കുവാൻ, ദൈവമക്കളായി ജീവിക്കുവാൻ കർത്താവ് ഇത്ര നൽകിയ പദവികളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുത്ത അവരുടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഈ രാത്രി ശാന്തമായ വിശ്രമത്തെ ദൈവം നൽകണമേ. യോഗാധ്യക്ഷത വഹിച്ച പ്രിയാച്ചനായി, സാന്നിധ്യം കൊണ്ട് ഞങ്ങളോടൊപ്പമായിരുന്ന കർത്താവെ പ്രിയാച്ചനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗായക സംഘത്തിനായി സ്തോത്രം. കടന്നു വന്ന പ്രിയജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരുമിച്ച് ഈ വചനത്തെ പങ്കിടാൻ, കർത്താവെ ദൈവസ്നേഹത്തെ ഞങ്ങൾക്ക് രുചിച്ചറിയുവാൻ അവിടെ ഞങ്ങളെ പ്രാപ്തമാക്കിയതിനായി സ്തോത്രം. ഞങ്ങളുടെ കുറവുകളെ നിറവുകളാക്കി തീർക്കണമേ. ഞങ്ങളുടെ താഴ്ചകൾ ഉയർച്ചകളാക്കി മാറ്റണമേ. ഞങ്ങളുടെ അപമതികളെ ബഹുമതികളാക്കി തീർക്കണമേ. എല്ലാം അങ്ങയുടെ നാമമഹത്വം ഞങ്ങൾ അർപ്പിക്കുമ്പോൾ യാചനകൾക്ക് സ്വർഗീയ നല്ല കർത്താവേ, ആമേൻ.